നിങ്ങൾ ഇന്ന് രാവിലെ കണ്ണു തുറന്നപ്പോൾ ഈ പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസമായി മാറിയേനെ. നിങ്ങൾ ഓരോ തവണയും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവ് പ്രപഞ്ചവുമായി ബന്ധപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? പ്രപഞ്ചം അത് കേൾക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ഈ വീഡിയോ വെറും വാക്കുകളുടെ ഒരു ശേഖരം മാത്രമല്ല, ഇത് പ്രപഞ്ചവുമായുള്ള ഒരു നേരിട്ടുള്ള സംഭാഷണമാണ്. നിങ്ങളുടെ ആത്മാവിലെ ഊർജ്ജത്തെ ഉണർത്തുന്ന ഒരു മന്ത്രമാണ്. കൃതജ്ഞതാ മന്ത്രങ്ങൾ പറയേണ്ട 5 ശക്തമായ വഴികൾ. നിങ്ങൾ എല്ലാ ദിവസവും നന്ദി പറയുന്നു, പക്ഷേ ഈ 5 വഴികൾ നിങ്ങൾ പിന്തുടരുന്നില്ലെങ്കിൽ നിങ്ങളുടെ മന്ത്രങ്ങൾ വെറുതെ കാറ്റിൽ അലിഞ്ഞു പോകുമെന്ന് നിങ്ങൾക്കറിയാമോ? പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകൾ കേൾക്കണമെന്ന് നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 5 വഴികൾ അറിയേണ്ടത് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. കൃതജ്ഞതാ മന്ത്രങ്ങൾ പറയാനുള്ള 5 ഏറ്റവും ശക്തവും ഫലപ്രദവുമായ വഴികൾ. ഓരോ കാഴ്ചക്കാരനും ഇതറിയണം, അല്ലെങ്കിൽ വെറും കേട്ടതുകൊണ്ട് ഒന്നും മാറില്ല. 1. വെറുതെ പറയുകയല്ല, പൂർണ്ണ ഹൃദയത്തോടെ അതനുഭവിക്കുക. നന്ദി വെറും വാക്കുകളിൽ നിന്ന് വരുന്നതല്ല, അത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ പ്രപഞ്ചമേ നന്ദി എന്ന് പറയുമ്പോൾ അതൊരു വെറും വാചകമായി കാണരുത്. അതിന്റെ പിന്നിലെ വികാരം അനുഭവിക്കൂ. നിങ്ങൾ എന്തിനാണോ നന്ദി പറയുന്നത് അതെല്ലാം നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് സങ്കൽപ്പിക്കുക. ആരോഗ്യമുള്ള ശരീരം, സാമ്പത്തിക സ്വാതന്ത്ര്യം, സ്നേഹമുള്ള കുടുംബം, വിജയം. ആ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ആത്മാവ് വരെ അനുഭവിക്കൂ. ഓർക്കുക, വാക്കുകൾ പ്രപഞ്ചത്തിലെത്തുന്നു, പക്ഷേ വികാരങ്ങൾ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്നു. 2. എപ്പോഴും വർത്തമാനകാലത്തിൽ മന്ത്രങ്ങൾ പറയുക. പലരും അറിയാതെ ഒരു തെറ്റ് ചെയ്യാറുണ്ട്. അവർ പറയും, എനിക്ക് ധനികനാകണം, എനിക്ക് വിജയിക്കണം. പക്ഷേ ഇത് നിങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല എന്ന സന്ദേശമാണ് പ്രപഞ്ചത്തിന് നൽകുന്നത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടുതൽ അകന്നുപോകുന്നു. ശരിയായ വഴി ഇതാണ്: ഞാൻ ധനികനാണ്, ഞാൻ വിജയിയാണ്, എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾ വർത്തമാനകാലത്തിൽ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ സത്യമായി വിശ്വസിക്കാൻ തുടങ്ങുന്നു. മനസ്സ് വിശ്വസിച്ചാൽ പ്രപഞ്ചം തലകുനിക്കും. 3. കണ്ണാടിയിൽ സ്വയം നോക്കി, കണ്ണിൽ നോക്കി മന്ത്രങ്ങൾ പറയുക. ഈ ടെക്നിക്ക് വളരെ ആഴമേറിയതും ഫലപ്രദവുമാണ്. ഇതിനെ മിറർ ടെക്നിക് എന്ന് വിളിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ കണ്ണാടിയിൽ സ്വയം നോക്കുമ്പോൾ നിങ്ങളോട് തന്നെ പറയുക, ഞാൻ യോഗ്യനാണ്, ഞാൻ പ്രപഞ്ചത്തിന് പ്രിയപ്പെട്ടവനാണ്, എന്റെ കൂടെ എല്ലാം നല്ലതുപോലെ സംഭവിക്കുന്നു. നിങ്ങൾ സ്വന്തം കണ്ണുകളിൽ നോക്കി ഈ കാര്യങ്ങൾ പറയുമ്പോൾ ആത്മവിശ്വാസമില്ലായ്മ ഇല്ലാതാകുന്നു, ആത്മവിശ്വാസം ഉണരുന്നു. കണ്ണാടി ഒരിക്കലും കളവ് പറയില്ല. നിങ്ങൾ സത്യമായ നന്ദിയോടെ സ്വയം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഊർജ്ജത്തിൽ മാറ്റം വരുന്നത് ഉറപ്പാണ്. 4. മന്ത്രങ്ങളെ നിങ്ങളുടെ ശ്വാസവുമായി സമന്വയിപ്പിക്കുക. നിങ്ങൾ മന്ത്രങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ അത് വെറുതെ വേഗത്തിൽ ആവർത്തിക്കരുത്. ഓരോ വാചകത്തിനും മുൻപ് ഒരു ആഴത്തിലുള്ള ശ്വാസമെടുക്കുക. ആ വാക്ക് പതിയെ, സ്നേഹത്തോടെ, ഊർജ്ജത്തോടെ പറയുക. ഉദാഹരണത്തിന്, ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്തു പറയുക, ഞാൻ പ്രപഞ്ചത്തോട് നന്ദിയുള്ളവനാണ്. ശേഷം ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക മാത്രമല്ല, ആ ഊർജ്ജം നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും പ്രവേശിക്കുകയും ചെയ്യും. മന്ത്രങ്ങൾ നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ഒന്നായി ചേരുമ്പോൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. 5. എല്ലാ ദിവസവും ഒരേ സമയത്ത് പറയുക, കാരണം സ്ഥിരത അത്ഭുതങ്ങൾ കൊണ്ടുവരും. എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് മന്ത്രങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രപഞ്ചം കൂടുതൽ ആഴത്തിൽ പ്രതികരിക്കുന്നു. നിങ്ങൾക്ക് രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ അതിരാവിലെ ഇത് ചെയ്യാം, അപ്പോൾ ഊർജ്ജം ഏറ്റവും ശുദ്ധമാണ്. അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിനു മുൻപ് ചെയ്യാം, അപ്പോൾ ഉപബോധ മനസ്സ് പ്രോഗ്രാമിംഗിനായി തുറന്നിരിക്കും. എല്ലാ ദിവസവും ഒരേ സമയം വെറും 5 മുതൽ 10 മിനിറ്റ് വരെ 21 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ചിന്തകൾ, സാഹചര്യങ്ങൾ, ജീവിതം എന്നിവ മാറും. ചെറിയ ചുവടുകൾ സ്ഥിരമായി വയ്ക്കുമ്പോൾ അത് അത്ഭുതങ്ങളായി മാറുന്നു. നിങ്ങൾ പറയുന്നത് പ്രപഞ്ചത്തിൽ പ്രതിധ്വനിക്കുന്നു, പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്നതാണ് പ്രപഞ്ചത്തെ മാറ്റുന്നത്. ഓരോ മന്ത്രവും, ഓരോ നന്ദിയും, ഓരോ വാക്കും പൂർണ്ണ വികാരങ്ങളോടെ പറഞ്ഞാൽ പ്രപഞ്ചം തലകുനിക്കും, വിധി മാറും. കൃതജ്ഞതാ മന്ത്രങ്ങളുടെ 10 ആത്മീയ നേട്ടങ്ങൾ. നിങ്ങൾക്കറിയാമോ, കൃതജ്ഞതാ മന്ത്രങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങുന്നില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റാനും ശുദ്ധീകരിക്കാനും കഴിയും. ഇത് നിങ്ങളുടെ ആത്മാവിനെ ഉയർത്താനും പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ബന്ധം വർദ്ധിപ്പിക്കാനും ഓരോ ആത്മീയ വ്യക്തിയും ആഗ്രഹിക്കുന്ന ശക്തി നിങ്ങൾക്ക് നൽകാനും കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ സമാധാനവും വിജയവും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 10 ആഴത്തിലുള്ള ഗുണങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. 1. ആത്മാവിന്റെ ശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ ഓഫ് ദി സോൾ. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് പ്രപഞ്ചമേ നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിനുള്ളിലെ നെഗറ്റീവ് ചിന്തകൾ, അസൂയ, ഭയം, വിദ്വേഷം എന്നിവയുടെ ഭാരം പതിയെ ഇല്ലാതാകാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഊർജ്ജ പ്രവാഹമുണ്ടാകുന്നു. നിങ്ങളുടെ ആത്മാവിൽ ഒരു പുതിയ ഉന്മേഷം അനുഭവപ്പെടുന്നു. ഇത് മാനസികമായി മാത്രമല്ല, ആത്മീയമായും നിങ്ങളെ ഭാരം കുറഞ്ഞവനും സമാധാനമുള്ളവനുമാക്കുന്ന ഒരു ശുദ്ധീകരണ പ്രക്രിയയാണ്. 2. പ്രപഞ്ചവുമായുള്ള ശക്തമായ ബന്ധം,
സ്ട്രോങ്കർ കണക്ഷൻ വിത്ത് ദി യൂണിവേഴ്സ്. നിങ്ങൾ കൃതജ്ഞതാ മന്ത്രങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചവുമായി ഒരു ആഴത്തിലുള്ള ബന്ധം അനുഭവിക്കുന്നു. നിങ്ങൾ ഒരു പ്രത്യേക അസ്തിത്വമല്ല, ഈ വിശാലമായ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഈ നന്ദി നിങ്ങൾക്ക് പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ടെന്നും നിങ്ങൾ ഈ അനന്തമായ ഊർജ്ജത്തിന്റെ ഭാഗമാണെന്നും മനസ്സിലാക്കിത്തരുന്നു. ഈ ബന്ധം നിങ്ങളുടെ ആത്മാവിന് സമാധാനവും സംതൃപ്തിയും നൽകുന്നു. 3. ആത്മീയ ഉണർവ്, സ്പിരിച്വൽ അവേക്കനിംഗ്. നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഴത്തിലുള്ള ഉണർവിന് ജന്മം നൽകുന്നു. നിങ്ങൾ ദിവസവും നന്ദിയുടെ ശക്തി അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ബോധം, അവബോധം, ആന്തരിക ജ്ഞാനം എന്നിവ വർദ്ധിക്കുന്നു. നിങ്ങൾ മുമ്പ് ശ്രദ്ധിക്കാതെ പോയ ആത്മീയ സത്യങ്ങൾ നിങ്ങളുടെ കണ്ണുകൾക്ക് പതിയെ കാണാൻ തുടങ്ങുന്നു. ഇത് നിങ്ങളുടെ ആത്മാവിനെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു അത്ഭുതകരമായ മാറ്റമാണ്. 4. കർമ്മശുദ്ധീകരണം, ക്ലെൻസിംഗ് ഓഫ് കാർമിക് ബാഗേജ്. യഥാർത്ഥ നന്ദി നിങ്ങളുടെ പഴയ കർമ്മങ്ങളുടെ കെട്ടുകളെ അഴിച്ചുവിടുന്നു. നിങ്ങളുടെ ഊർജ്ജമണ്ഡലം, എനർജി ഫീൽഡ്, ഭാരം കുറഞ്ഞതും ശുദ്ധവുമാകുന്നു. കർമ്മങ്ങളുടെ കെട്ടുകൾ അഴിക്കുന്നതിനൊപ്പം നന്ദി നിങ്ങളുടെ ആത്മാവിനെ മോചിപ്പിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. 5. ആത്മസ്വീകാര്യത, സെൽഫ് അക്സെപ്റ്റൻസ്. നിങ്ങൾ സ്വയം നന്ദി പ്രകടിപ്പിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെ അത്ഭുതമുള്ളവനാണ്, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അംഗീകരിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഇത് ആത്മാവിന് ആഴത്തിലുള്ള സമാധാനവും സംതൃപ്തിയും നൽകുന്നു. സ്വയം ബഹുമാനിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസവും ആത്മസ്വീകാര്യതയും വർദ്ധിപ്പിക്കുന്നു. 6. ആത്മീയ ഊർജ്ജത്തിന്റെ വികാസം, എക്സ്പാൻഷൻ ഓഫ് സ്പിരിച്വൽ ഓറ. കൃതജ്ഞതാ മന്ത്രങ്ങൾ നിങ്ങളുടെ ഓറയെ ശക്തിയും ആകർഷണവും കൊണ്ട് നിറയ്ക്കുന്നു. നിങ്ങൾ നന്ദിയോടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഊർജ്ജം അനുഭവപ്പെടുന്നു. അത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ആളുകളെയും അവസരങ്ങളെയും സമാധാനപരമായ സാഹചര്യങ്ങളെയും കൊണ്ടുവരുന്നു. ഈ ഊർജ്ജം നിങ്ങളെ ജീവിതത്തിൽ സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും നയിക്കുന്നു. 7. മനസ്സിന്റെ ശുദ്ധിയും ശാന്തതയും, മെന്റൽ ക്ലാരിറ്റി ആൻഡ് പീസ്. നന്ദിയുടെ പരിശീലനം നിങ്ങളുടെ മാനസികാവസ്ഥയെ ശുദ്ധീകരിക്കുകയും സമാധാനം നൽകുകയും ചെയ്യുന്നു. ധ്യാനം പോലെ നന്ദി മനസ്സിന്റെ തിരക്കുകൾ കുറയ്ക്കുന്നു. നിങ്ങളുടെ ചിന്ത കൂടുതൽ വ്യക്തമാകുന്നു. നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ ശാന്തവും സന്തുലിതവുമാകുന്നു. 8. സാക്ഷിഭാവം ഉണരുന്നു, യു ബിക്കം ദ വിറ്റ്നസ്. കൃതജ്ഞതാ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഒരു സാക്ഷിയാകാനുള്ള ശക്തി നൽകുന്നു. നിങ്ങൾ നന്ദിയോടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ അനുഭവത്തെയും ഒരു പാഠമായി കാണാൻ തുടങ്ങുന്നു. ഏതൊരു നെഗറ്റീവ് സാഹചര്യത്തെയും അല്ലെങ്കിൽ പ്രശ്നത്തെയും നിങ്ങൾ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഈ കാഴ്ചപ്പാട് നിങ്ങളെ കൂടുതൽ ശാന്തനും സ്ഥിരതയുള്ളവനുമാക്കി നിർത്തുന്നു. 9. ദിവ്യമായ സൂചനകൾ ലഭിക്കുന്നു, യു സ്റ്റാർട്ട് റിസീവിംഗ് ഡിവൈൻ സൈൻസ്. നിങ്ങൾ നന്ദിയുടെ ഊർജ്ജത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സമന്വയങ്ങൾ, ഒരുമിച്ചുള്ള സംഭവങ്ങൾ, ഏഞ്ചൽ നമ്പറുകൾ, നല്ല ഉൾവിളികൾ എന്നിവ വരാൻ തുടങ്ങുന്നു. ഈ സൂചനകൾ നിങ്ങളെ നയിക്കുന്നു, ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിലെ ഓരോ വഴിത്തിരിവിലും പ്രപഞ്ചത്തിന്റെ പിന്തുണ അനുഭവിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. 10. ആത്മാവിന് ദിശാബോധം ലഭിക്കുന്നു, യുവർ സോൾ ഫൈൻഡ്സ് ഇറ്റ്സ് പാത്ത്. കൃതജ്ഞതാ മന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതപാതയെ വ്യക്തമാക്കുന്നു. ഇത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രപഞ്ചീയ കോമ്പസ് പോലെ പ്രവർത്തിക്കുന്നു. അത് നിങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നു. ഇത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ആത്മാവിനെ അതിന്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഈ 10 ആത്മീയ നേട്ടങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, വിജയം, സംതൃപ്തി എന്നിവ നേടാൻ കഴിയും. കൃതജ്ഞതാ മന്ത്രങ്ങളുടെ ശക്തി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആത്മീയ ജീവിതം ഒരു പുതിയ തലത്തിലെത്താൻ കഴിയും. കൃതജ്ഞതാ മന്ത്രങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക മാത്രമല്ല, നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും പ്രപഞ്ചവുമായി ആഴത്തിലുള്ള ബന്ധം അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ നന്ദി നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം, പോസിറ്റിവിറ്റി, ദിവ്യമായ മാർഗനിർദ്ദേശം എന്നിവ കൊണ്ടുവരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും നന്ദി പ്രകടിപ്പിക്കൂ. നിങ്ങളുടെ ജീവിതത്തെ ആത്മീയമായി സമ്പന്നമാക്കൂ. ശക്തിയേറിയ കൃതജ്ഞതാ മന്ത്രങ്ങൾ, പവർഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ്. 1. ഒരു പുതിയ ദിവസത്തിലേക്ക് എഴുന്നേറ്റതിന് ഞാൻ നന്ദിയുള്ളവനാണ്. ഓരോ ദിവസവും ഒരു പുതിയ അവസരമാണ്. പുതിയ ചിന്തകളോടെ, പുതിയ തുടക്കത്തോടെ, പുതിയ ഊർജ്ജത്തോടെ ജീവിക്കാനുള്ള അവസരം. ഞാൻ രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഇന്ന് എന്റെ ജീവിതം മെച്ചപ്പെടുത്താൻ എനിക്ക് വീണ്ടും ഒരു അവസരം ലഭിച്ചു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഈ മനോഹരമായ ദിവസം എനിക്ക് നൽകിയതിന് പ്രപഞ്ചമേ നന്ദി. 2. എനിക്കുള്ള എല്ലാത്തിനും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. എന്റെ ശരീരം, എന്റെ മനസ്സ്, എന്റെ ശ്വാസം, എന്റെ ജീവിതം. പലരും ആശുപത്രികളിലാണ്. ചിലർക്ക് നടക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഞാൻ ഇന്ന് ജീവനോടെയുണ്ട്, ആരോഗ്യവാനാണ്, ശ്വാസമെടുക്കുന്നു. ഇതൊന്നും ചെറിയ കാര്യങ്ങളല്ല. ഇവയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണ്. പ്രപഞ്ചമേ നന്ദി. 3. എനിക്ക് ശരിക്കും ആവശ്യമുള്ളതെല്ലാം നൽകിയതിന് നന്ദി. ഒരുപക്ഷെ എല്ലാ ആഗ്രഹങ്ങളും സഫലമായില്ലായിരിക്കാം, പക്ഷേ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടു.
ഓരോ വഴിത്തിരിവിലും വഴി എളുപ്പമാക്കിയ എന്തെങ്കിലും എനിക്ക് ലഭിച്ചു. സംഭവിക്കേണ്ടത് തന്നെ സംഭവിച്ചു. അതെന്റെ വളർച്ചയ്ക്ക് വേണ്ടിയായിരുന്നു. 4. എന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും ജീവിതത്തിലെ ഓരോ പഠനത്തിനും ഞാൻ നന്ദിയുള്ളവനാണ്. ചിലപ്പോൾ ആരെങ്കിലും കൂടെ നിന്നു, ചിലപ്പോൾ ആരെങ്കിലും പാഠങ്ങൾ പഠിപ്പിച്ചു. ഇവ രണ്ടും എന്റെ ജീവിതത്തിലെ ആഭരണങ്ങളാണ്. സത്യസന്ധമായ ബന്ധങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു, അതുപോലെ ഒറ്റയ്ക്ക് ശക്തനാകാൻ എന്നെ പഠിപ്പിച്ച ആളുകൾക്കും. 5. എന്നെ ശക്തനാക്കിയ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്. ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേയിരുന്നു, പക്ഷേ ഞാൻ ഒരിക്കലും നിന്നില്ല. കാരണം ഓരോ പോരാട്ടത്തിനും പിന്നിൽ പ്രപഞ്ചം എന്നെ ശക്തനാക്കാൻ ഒരു പദ്ധതിയിട്ടിരുന്നു. ഇപ്പോൾ എനിക്കറിയാം, ഓരോ വേദനയും ഒരു ശക്തിയായി മാറും, നന്ദി പറയാൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ. 6. എന്റെ അടുത്തേക്ക് വരുന്ന എല്ലാ അവസരങ്ങൾക്കും ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു. പ്രപഞ്ചം എനിക്കായി വഴികൾ തുറക്കുന്നു. ഓരോ പുതിയ ദിവസവും പുതിയ അവസരങ്ങൾ വരുന്നു. ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ അവയെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ തയ്യാറാണ്, പ്രപഞ്ചവും എന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. 7. എനിക്കുള്ള പണത്തിനും സമാധാനത്തിനും ആരോഗ്യത്തിനും നന്ദി. എനിക്കുള്ള സമ്പത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ ഏറ്റവും വലിയ സമ്പത്തായ എന്റെ ആരോഗ്യത്തിനും നന്ദി, കാരണം ഇവയാണ് സന്തോഷകരമായ ജീവിതത്തിന്റെ അടിത്തറ. 8. ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രപഞ്ചം എനിക്ക് ധാരാളം നൽകിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം, ഊർജം, വിജയം, സമൃദ്ധി, ഇവയെല്ലാം സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. തുറന്ന മനസ്സോടെ, തടസ്സങ്ങളില്ലാതെ പ്രപഞ്ചം എനിക്ക് അയക്കുന്ന എല്ലാ ഊർജങ്ങൾക്കും ഞാൻ എന്നെ തന്നെ തുറന്നുകൊടുക്കുന്നു. 9. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുകയും അതിന് നന്ദിയുള്ളവനാകുകയും ചെയ്യുന്നു. എന്താണോ ഉള്ളത്, എങ്ങനെയാണോ ഉള്ളത്, ഇതാണ് എന്റെ ജീവിതം. ഞാൻ അതിനെ സ്നേഹിക്കുന്നു. ഞാൻ പരാതി പറയുന്നില്ല, കാരണം എനിക്കറിയാം എന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് എന്റെ ഏറ്റവും വലിയ ഗുരു. 10. പ്രപഞ്ചമേ നന്ദി, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എനിക്ക് കാണിച്ചു തന്നതിന്. ഓരോ ദിവസവും ഞാൻ എന്റെ ലക്ഷ്യത്തോട് കൂടുതൽ അടുക്കുന്നു. എനിക്കൊരു കാരണത്താൽ ജനിച്ചതാണെന്ന് എനിക്കറിയാം. ആ ലക്ഷ്യത്തിലേക്ക് പ്രപഞ്ചം എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവ്യമായ വ്യക്തതയ്ക്കും ദർശനത്തിനും നന്ദി. 11. എന്റെ യാത്രയുടെ ഭാഗമായ എല്ലാ വ്യക്തികൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്, നല്ലതോ ചീത്തയോ ആകട്ടെ. ഓരോ ബന്ധവും ഓരോ കൂടിക്കാഴ്ചയും ഓരോ വേർപാടും എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഓരോരുത്തരും എന്റെ ആത്മാവിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവരെ എല്ലാവരെയും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. 12. ഓരോ ചെറിയ കാര്യത്തിലും ഞാൻ സന്തോഷവും നന്ദിയും കാണുന്നു. സൂര്യന്റെ വെളിച്ചം, കാറ്റിന്റെ തണുപ്പ്, ചായയുടെ ചൂട്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ചെറിയ കാര്യങ്ങളാണ് യഥാർത്ഥ ജീവിതം. ഞാൻ ഓരോ ദിവസവും ഈ നിമിഷങ്ങളിൽ ജീവിക്കാൻ പഠിക്കുന്നു. ഇവ ആസ്വദിച്ച് പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. 13. വഴിക്കുണ്ടായ അത്ഭുതങ്ങൾക്ക് നന്ദി. അതെ, എനിക്കറിയാം, അത്ഭുതങ്ങൾ എന്റെ വഴിയിലുണ്ട്. അവ പതിയെ എന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ തയ്യാറാണ്. വരാനിരിക്കുന്ന എല്ലാ സമ്മാനങ്ങൾക്കും ഞാൻ ഇപ്പോഴേ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. 14. ഞാൻ തുറന്ന മനസ്സോടെയെല്ലാം സ്വീകരിക്കുകയും എല്ലാം നൽകാൻ തയ്യാറാകുകയും ചെയ്യുന്നു. ഞാൻ വെറും വാങ്ങുന്നവനല്ല, നൽകുന്നവനാകാനും ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം, സമ്പത്ത്, സഹായം, ഊർജം, എനിക്ക് ലഭിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് പങ്കിടാൻ ഞാൻ തയ്യാറാണ്. 15. കൃതജ്ഞതയാണ് ഏറ്റവും വലിയ മാന്ത്രികവിദ്യയെന്ന് എനിക്കറിയാം. ഞാൻ എല്ലാ ദിവസവും ഈ മാന്ത്രികവിദ്യ ചെയ്യുന്നു. ഞാൻ നന്ദി പറയുമ്പോൾ പ്രപഞ്ചം പുഞ്ചിരിക്കുന്നു. എന്റെ ചുറ്റുമുള്ള ഊർജം മാറുന്നു, പിന്നെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ കുറച്ചുനേരം കണ്ണടച്ച് നിങ്ങൾക്കുള്ള എല്ലാത്തിനും പ്രപഞ്ചത്തിന് നന്ദി പറയൂ. മാറ്റം അനുഭവിക്കൂ, നിശബ്ദത അനുഭവിക്കൂ, കൃതജ്ഞതയുടെ ശക്തി അനുഭവിക്കൂ. എല്ലാ ദിവസവും രാവിലെ ഈ വീഡിയോ കേൾക്കൂ. എല്ലാ രാത്രിയും ഇത് ആവർത്തിക്കൂ, കാരണം നന്ദി പറയുന്നവന്റെ വിധി മാറുന്നു. ജീവിതത്തിൽ നന്ദി പ്രകടിപ്പിക്കുന്നവൻ തന്നെയാണ് യഥാർത്ഥ വിജയി. ഈ വീഡിയോ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റിൽ നന്ദി പ്രപഞ്ചമേ, താങ്ക് യു യൂണിവേഴ്സ് എന്നെഴുതുക. ഈ ഊർജം പ്രചരിപ്പിക്കാൻ ഷെയർ ചെയ്യുക. അങ്ങനെ കൂടുതൽ ആളുകൾക്ക് ഇത് അനുഭവിക്കാൻ കഴിയും.